വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലയിൽ ഇടതുമുന്നണി വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് LDF ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ തദ്ദേശ പോര് 2025 പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കേരളത്തിലെ LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വിവിധ ക്ഷേമ പദ്ധതികളും മതേതര നിലപാടും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തും. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ ജനകീയതയും വ്യക്തിബന്ധങ്ങളും വോട്ടിനെ ബാധിക്കാറുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്താണ് LDF ഇത്തവണ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. ഇടതുമുന്നണിയിലെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും LDF കാസർഗോഡ് ജില്ലാ കൺവീനർ KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച തദ്ദേശ പോര് 2025 പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ട് വർദ്ധിക്കാൻ ഇടയാവുന്ന സാഹചര്യങ്ങളോട് പറഞ്ഞാൽ വിശ്വമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യുന്നു. LDF സർക്കാർ നടത്തിയ സമാധാനമില്ലാത്ത വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ LDF പ്രതികരിക്കുന്ന എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന മതേതര രാഷ്ട്രീയ നിലപാടുകൾ ഇവയെല്ലാം വോട്ടുകാരെ സ്വാധീനിക്കും. BJPയുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചു കാണും. ഏറ്റവും തൊഴിലാളികളായ വോട്ടുകൾ വന്നിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലും ഇത്രയും തൊഴിലാളികളായ നിയമങ്ങളുണ്ടായി. തൊഴിലാളികൾ തീർത്തും അടികളാക്കാനുള്ള കോർപ്പറേറ്റുകൾക്കും ലഭ്യമാക്കാനുള്ള പുതിയ നിയമങ്ങൾ ഇതിലൂടെയും കൊണ്ടുവന്നിരിക്കുന്നു. നാളായതിനെതിരായ പ്രതിഷേധം വഴിയാണ് അതുപോലെ LDF പ്രവർത്തനങ്ങളുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിരോധിത പ്രവർത്തനങ്ങളും വിശദമായി വോട്ടർമാർ പരിഗണിക്കുന്നതാണ് ഞങ്ങൾ കരുതുന്നത്. അതോടൊപ്പം കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി ഭരണം നടത്തിയിരുന്ന LDF സർക്കാർ, ആ സർക്കാരിന്റെ നേട്ടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിന്റെയും 4 ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും 19 ഗ്രാമപഞ്ചായത്തുകളുടെയും 2 നഗരസഭകളുടെയും ഭരണം LDF സ്വന്തമാക്കിയിരുന്നു. ഇത് നിലനിർത്തുന്നതിന് പുറമെ കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട പുല്ലൂർ പെരിയ വെസ്റ്റ്ലീനി ഗ്രാമപഞ്ചായത്തുകൾ കൂടി ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നും ഇതിനു പുറമെ മറ്റു ചില പഞ്ചായത്തുകളിൽ LDF അട്ടിമറി വിജയം നേടുമെന്നും ഇടതുമുന്നണി കൺവീനർ അവകാശപ്പെട്ടു. സ്കൂളുകളുടെയും സ്ഥാനാർത്ഥികളുടെയും ഗൃഹസന്ദർശനവും വാർഡുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ കുടുംബയോഗവും നടന്നിരിക്കുകയാണ്. ഡിസംബർ 2 മുതൽ പഞ്ചായത്ത് മുനിസിപ്പൽ കാര്യങ്ങൾ ആരംഭിക്കും. LDF നേതാക്കൾ പ്രസംഗിക്കും. നിങ്ങളുടെ സ്കൂൾ പ്രവർത്തനം കുടുംബയോഗവും തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പ് വരെ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടടിച്ചറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി മുമ്പിൽ എന്ന നിലയിൽ സ്ഥാനാർത്ഥികളുടെ ജനകീയതയും സ്ഥാനാർത്ഥികളുടെ വ്യക്തിബന്ധങ്ങളും തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കും. എന്നാൽ ജില്ലാ പഞ്ചായത്ത് മിക്കവാറും പൊളിറ്റിക്കൽ വോട്ടാവാനാണ് സാധ്യത. കേന്ദ്ര സർക്കാർ കേരളത്തിന് അർഹമായതൊന്നും നൽകാതിരിക്കുമ്പോൾ സംസ്ഥാനത്തിനു വേണ്ടി ശബ്ദിക്കാൻ UDF MPമാർ തയ്യാറാകുന്നില്ല. ഇതെല്ലാം മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. LDFന് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് ജില്ലയിലുള്ളതെന്നും ഇത് സാക്ഷ്യപ്പെടുത്തുന്നതാണ് കുടുംബയോഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള ജനപങ്കാളിത്തമെന്നും പറഞ്ഞ KP സതീഷ് ചന്ദ്രൻ ഗൃഹസന്ദർശനങ്ങളിലൂടെ ഓരോ വോട്ടറെയും സ്ഥാനാർത്ഥികൾ നേരിൽ കാണുകയാണെന്നും LDF നേതാക്കളും പര്യടനത്തിനിറങ്ങുമെന്നും ലോക്കൽ തല റാലികൾ നടക്കുമെന്നും വ്യക്തമാക്കി. പരിപാടിയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഫസൽ റഹ്മാൻ അധ്യക്ഷനായി. സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും KS ഹരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.